വാർത്തയിലേക്ക്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPIM ഏറ്റെടുത്തേക്കും. സിറ്റിംഗ് MLA ആന്റണി രാജു അയോഗ്യനായ സാഹചര്യത്തിലാണ് നീക്കം. പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. ശ്രീജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീജിത്ത്, ഓരോ സീറ്റും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിൽ തന്നെ തലസ്ഥാനം ഏറെ പ്രധാനവുമാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിൽ ആന്റണി രാജുവിനെ പോലെ ഉറപ്പുള്ള മറ്റൊരാളില്ല എന്നതുകൂടിയാണോ ഈ നീക്കത്തിന് പിന്നിൽ? അസിത, ആന്റണി രാജു തൊണ്ടിമുതൽ തിരിമറി കേസിൽ അയോഗ്യനായി തുടരുന്ന സാഹചര്യത്തിലാണ് സീറ്റ് CPIM ഏറ്റെടുക്കാനുള്ള ആലോചന നടക്കുന്നത്. ഇപ്പോഴും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. ഇന്ന് രാത്രി 8 മണിക്ക് തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റിയുടെ LDF മണ്ഡലം കമ്മിറ്റിയുടെ സെൻട്രൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തമായ ധാരണയാകും. CPIM ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇക്കാര്യത്തിൽ ആലോചന തുടങ്ങിയിട്ടുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസിന് കൂടി സ്വീകാര്യനായ ഒരാളെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ അവതരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പൊതുസ്വതന്ത്രനെ കണ്ടെത്താനുള്ള ശ്രമമുണ്ട്. UDF-ലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പൊട്ടിത്തെറികളിലും LDF-ഉം CPIM-ഉം പ്രതീക്ഷ വെക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് സീറ്റ് മുഖികളായ ചില കോൺഗ്രസ് നേതാക്കൾ CPIM നേതൃത്വവുമായി ആശയവിനിമയം നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സാധ്യതകൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം സീറ്റ് CPIM ഏറ്റെടുത്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നതും ആലോചനയിലാണ്. എന്തായാലും അധികം താമസിക്കാതെ തന്നെ കാര്യത്തിൽ തീരുമാനം അറിയാനായി സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.